സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ സുഹൃത്തുക്കളെ. ജയ് ബാലയ്യ. അതെ ഗൈസ്, അഖണ്ഡ 2 ബാലയ്യ അഭിനയിക്കുന്ന പുതിയ പടമാണ് സുഹൃത്തുക്കളെ, അഖണ്ഡ 2 താണ്ഡവം. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റിലത്തെ ആള് തന്നെയാണ്, ബോയാപ്പട്ടി ശ്രീനു. പുള്ളി തന്നെയാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. മ്യൂസിക് തമൻ, സിനിമാറ്റോഗ്രാഫി CM പ്രസാദ്. അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെയാണ് ഇതിന്റെ ടെക്നിക്കൽ ക്രൂസ്. സോ കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാലയ്യ ഉണ്ട്, സംയുക്ത ഉണ്ട്, പിന്നെ ആദി പിൻഷെട്ടി, അങ്ങനെ കുറച്ച് ആൾക്കാർ. എനിക്ക് വരുന്ന വലിയ പിടുത്തമില്ല, സംയുക്ത മാത്രം അറിയാം. സോ കമ്മിങ് ടു ദ മൂവി ബാലയ്യയുടെ അഖണ്ഡ 2. ഇത് ആക്ച്വലി നല്ലൊരു 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 പടം എന്ന് പറയാൻ പറ്റില്ല. ഐ മീൻ അങ്ങനത്തെ ഒരു പടമാണ്. ബാലയ്യയുടെ മൂവീസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് എന്താണ്, അല്ലെ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ വരുമെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൂവി അല്ലെങ്കിൽ പുള്ളിയുടെ ആ ടൈപ്പ് ഓഫ് മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം നൈസായിരിക്കും, നിങ്ങൾക്ക് ഈ പടം കാണാവുന്നതാണ്. കണ്ടിരിക്കണം. ജയ് ബാലയ്യ. കുറച്ച് ദൈവികത്തിന്റെ സൈഡുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൂടുതൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാലയ്യ തപസ് ചെയ്ത് ഐസ് ആവുന്നുണ്ട്, പിന്നെ ഐസ് പൊട്ടിച്ചു വരുന്നുണ്ട്. പിന്നെ ഐസ് ആവുന്നതിന് മുമ്പ് ഇട്ടിരുന്ന ഡ്രസ്സും ഐസായി കഴിഞ്ഞിട്ട് വരുന്ന ഡ്രസ്സും രണ്ടാണ്. പുള്ളി ആ വരുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഡ്രസ്സൊക്കെ മായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഇതിനകത്ത് ലോട്ട്സ് ഓഫ് തോക്കുകൾ, ഗൺ ഫയറിങ്ങും കാര്യങ്ങളും സീനുകളും ഒക്കെ ഉണ്ട്. ഈ തോക്കുകളെല്ലാം അമ്പലപ്പറമ്പിൽ കിട്ടുന്ന തോക്കുകളെക്കാട്ടിലും കഷ്ടമായ തോക്കുകളാണ്. തോക്കൊക്കെ ബാലയ്യനെ വളച്ചൊടിക്കുന്നുണ്ട്. സംയുക്ത ഒരു തോക്കൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നടവേ, അത് കണ്ടാൽ അറിയാം പുള്ളിക്കതിന് പറപ്പിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ഒരെണ്ണം തകരുമ്പം ഇതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഫാൻ, അതിനെ കറങ്ങി വരുമ്പോൾ പുള്ളി തൃശൂലം കൊണ്ട് ആ ഫാനിനെ പൊക്കി നിർത്തി കാറ്റുള്ളൂ. ഇങ്ങനെ കാറ്റുള്ളൂ. പണ്ടത്തെയൊക്കെ ഈ കല്യാണം നമ്മൾ കണ്ടിട്ടുള്ള ആൽബം സോങ്സിൻ്റെ ഒക്കെ അതിനകത്ത് കണ്ടിട്ടില്ലയോ, ഒരാളിങ്ങനെ 4ആയിട്ടും 5ആയിട്ടൊക്കെ സ്പ്ലിറ്റ് ആക്കുന്നതും പൂ വിരിയുന്നതും അങ്ങനെ കുറേ സാധനങ്ങൾ. അതൊക്കെ ഇതിനകത്തുണ്ട്. ബാലയ്യ ഇങ്ങനെ നിപ്പിൽ ഇങ്ങനെ 5-6 ആകും. മനസ്സിലായോ? ഇങ്ങനെ 5-6 ആകും. മഞ്ഞുവട്ടയ്ക്ക് പകരം സോപ്പ് പതയാണ് ഇതിനകത്ത് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. മറ്റേ പൊന്നടാവേ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പടം അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാം. അല്ലാതെ ഈ പടം നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസിനെ പറ്റി പറയുവാണെങ്കിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ അടിക്കുക, ഇങ്ങനെയൊക്കെ ആൾക്കാർ തെറിച്ചു. ഇതിനകത്ത് വേറെ സീനുണ്ട്. ഈ മറ്റേ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട്, ഐ മീൻ ഇൻ്റർവെല്ലിന് മുന്നേ ഉള്ളൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ബാലയ്യ ഒരാളെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആരതി ഒഴി. ഇങ്ങനെ ആരതി കഴിഞ്ഞിട്ട് മറ്റേ തണ്ണിമത്തം പൊട്ടിക്കുന്ന ഇങ്ങനെ ഒറ്റയടി. അത് ഇങ്ങനെ പോലും അല്ല, ഇങ്ങനെ അങ്ങോട്ട് ഇടത്തേ ഉള്ളൂ. ഇടുമ്പോഴത്തേക്ക് തലപൊട്ടി അയാൾ ചത്തു പോകും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക, അല്ല കണ്ടിരിക്കണം, കാണണം. ജയ് ബാലയ്യ, ജയ് ബാലയ്യ. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് തമനാണ്. പുള്ളിയുടെ മ്യൂസിക് ഏതൊക്കെ സീനി വരുന്നോ ആ സീനി പറഞ്ഞൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം ഈ മ്യൂസിക് മാത്രം ഇങ്ങനെ ജില്ലെന്ന് മാത്രം എനിക്ക് കേട്ടോണ്ടിരിക്കാം. വേറെ ഒരു വഹവലും കേൾക്കാൻ പറ്റില്ല. എടാ, ഈ ബാലയ്ക്ക് പുള്ളി എങ്ങനെയാണ് ഇത്തരം ഡയലോഗുകൾ പറയുന്നത്? പുള്ളി വാ തുറക്കുന്നത് മറ്റേ പഞ്ച് ഡയലോഗുകൾ പറയാനും മറ്റേ കാറി കൂവാനും ഒക്കെ എങ്ങനെ സാധിക്കുന്നു എനിക്കറിഞ്ഞൂടൂ. ആ ഒരു സ്റ്റാമിന നമുക്ക് വേണ്ടത്. നമ്മൾ കിട്ടുന്ന പൊളി തകർത്തന്നെ. അതായത് മറ്റേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ മറ്റേ ഈ വാർത്താ ചാനലിനകത്തൊക്കെ ചില കോൺട്രോവേഴ്സി സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ വർദ്ധനം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഡബിൾ ട്രിപ്പിൾ അടിയിലൊക്കെ പുള്ളിക്കാരെ സംസാരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു ചെറിയ പ്ലോട്ട്, കഥയ്ക്കൊന്നും വലിയതൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു പ്ലോട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് ചൈനയായിട്ടെന്നല്ല, അവിടുത്തെ ഒരു ആർമിക്കാരൻ്റെ റിവഞ്ച് ഇന്ത്യയിലോട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെ പേരിലാണ് പുള്ളി ഈ കൊറോണ വൈറസ് പോലൊരു സാധനം ഇവിടെ നാട്ടിൽ പരത്തുന്നുണ്ട്. അപ്പോൾ ഈ വൈറസിനെതിരായിട്ടൊരു മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. സോ ആ മരുന്ന് നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ലോട്ട്സ് ഓഫ് പീപ്പിൾസ് ദേ ആർ ട്രൈങ് ടു ഡിസ്ട്രോയ് ദ മെഡിസിൻസ്. അഖണ്ഡ വില്ല് കം ആൻഡ് ഡിസ്ട്രോയ് ദ ബാഡ് പീപ്പിൾ. മറ്റേ മരുന്നിനെയൊക്കെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു സാധനമാണ് ഇതിനകത്ത്. സോ ഇതൊക്കെ ഒന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ കാണുക, കണ്ടനുഭവിക്കുക, അല്ല കണ്ടറിയുക, കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് അഖണ്ഡ 2 ജയ് ബാലയ്യ. ജയ് ബാലയ്യ. അപ്പോൾ അതവളുടെ